ഇവിടെ ഒരു നവാസ് ഷെരീഫ് വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ 30 മിനിറ്റ് കൊണ്ട് തോൽപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് അതെ കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളിയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ തീരും. അതെ ഓക്കെ, പ്ലീസ് വെയിറ്റ്. അതെ പല ആളുകളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വഴി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ കൂടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മളെ നവാസ് ഷെരീഫ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹം കാര്യക്കോട്ടെ. ഞാൻ ഒറ്റ കാര്യം കൺക്ലൂഷൻ ആയിട്ട് പറയാം. നിങ്ങൾ ഒരു സ്ത്രീയോട് ചോദിച്ചു നോക്കുക, അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളിലുള്ള, അതായത് സ്വന്തം ഭാര്യയെ അവരുടെ അനുവാദം ചോദിച്ചിട്ട് വിവാഹം കഴിക്കേണ്ട ആവശ്യം മുസ്ലിം പുരുഷനില്ല എന്നാണ് മതഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരും പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിക് വെബ്സൈറ്റിലൊക്കെ പോയി നോക്കാം. അവരുടെ കൺസെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ചോദിച്ചു നോക്കാം, ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന്. മുസ്ലിം ഭാര്യയോട് ചോദിച്ചാൽ മതി. നമ്മളിനിപ്പോ വേറെ ഭാര്യമാരുടെ അവരുടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. മുസ്ലിം സ്ത്രീയോട് ചോദിക്കാം, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും എന്താ കാര്യം എന്ന്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം. എന്തായാലും ഇത്രയും സമയം എടുത്തതിന് ക്ഷമിക്കുക. കുറെ കാര്യങ്ങൾ പറയണ്ടായിരുന്നു, നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. നവാസ് പറഞ്ഞു. നവാസ് പറയൂ. വെൽക്കം ടു അവർ ചാനൽ. ഇദ്ദേഹം ഒരു വലിയൊരു യമണ്ടൻ മ്യൂട്ടാണ്. താങ്കൾ മ്യൂട്ടാണ്. അല്ല, ഞാൻ മ്യൂട്ട് അല്ലല്ലോ. അല്ല, അത് അവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോയ്സ് എക്കോ വരുന്നുണ്ട്. പ്ലീസ് മൈൻഡ് യുവർ. അല്ല, ഒരു മിനിറ്റ്. നിങ്ങളുടെ മൈക്ക് അവിടെ എക്കോ വരുന്നുണ്ട്. ലൗഡ് സ്പീക്കറിലാണോ? സ്പീക്കറിലാണ്. ഹെഡ്സെറ്റ് വെക്കൂ. ഒരു മിനിറ്റ്. ഓക്കെ. ഒരു മൈക്ക് മ്യൂട്ടാക്കി എനിക്ക് ഇത്ര വലിയ പരാതിയൊക്കെ പറയാണ്. എന്താണ്? അല്ല, വെറും കള്ളത്തരം മാത്രം പറഞ്ഞിട്ട്. കാരണം നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കള്ളത്തരം പറഞ്ഞു. അതായത് വിവാദത്തിൽ 30 മിനിറ്റിൽ നിങ്ങളെ തോൽപ്പിക്കുന്നു. ഏതൊരു വിവാദത്തിലും ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല. അത് വിവാദമല്ല. Hello, I can't read Malayalam, but I can speak and I comprehend it well. I challenge. You are simply beating around the bush with minimal understanding on Islamic values, and that in a 30-minute debate, I can determine whether you have a psychological disease or are funded by Islamophobia infected sponsors. If you want a true challenge, stop talking to emotional people and dispute with me and post it on your channel. ഇതാണ് എഴുതിയത്. എക്സാക്ട്ലി. ഇതിൽ എവിടെയാണ് ഞാൻ നിങ്ങളെ തോൽപ്പിക്കുന്നത് എഴുതിയിട്ടുള്ളത്? ഇതിന്റെ ആകത്തുക അതാണ്. ഏത് വേർഡാണ്? അല്ലല്ല, അർത്ഥം പറയരുത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് എമോഷണലി എഫക്ട് ചെയ്യുക, ഇൻഫെക്ട് ചെയ്തിട്ട് അതിൽ എമോഷണലി പ്രൊവോക്ക് ചെയ്തിട്ട് അതിൽ ആൾക്കാരനെ എന്താ ചെയ്യുക, എമോഷണലി അടിച്ചമർത്തിയിട്ട് അതിൽ എൻജോയ് ചെയ്യുക, സർക്കാസം ചെയ്യുക. ഇത് ഒരു മാനസിക അവസ്ഥയാണ്. അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഓക്കെ, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അനലൈസ് ചെയ്തതില് ഞാൻ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കാര്യങ്ങൾ ഈ തമിഴിൽ പറയും നുനിപ്പുൽ മേയ എന്ന് പറഞ്ഞു. അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് അടിച്ചിറക്കുക. ഒന്നിനും ഒരു പ്രൂഫ് ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടോപ്പിക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഈമാൻ, വിശ്വാസം, ബിലീഫ്. ഓക്കെ. സെക്കൻഡ് ടോപ്പിക് ഇസ്ലാം, ലൈഫ് സ്റ്റൈൽ, അതായത് സമർപ്പണം ചെയ്തിട്ട് ഒരു വേ ഓഫ് ലൈഫിനെ ഫോളോ ചെയ്യൽ. മൂന്നാമത്തത് ശരിയ, വിച്ച് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. നാലാമത്തത് നിങ്ങളുടെ ഫ്രീ സ്റ്റൈൽ. നിങ്ങൾ പറയുന്ന ഒരു ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ, അതായത് എനിക്കൊരു ഫ്രീ സ്റ്റൈൽ, നിങ്ങൾക്കൊരു ഫ്രീ സ്റ്റൈൽ, 100 പേര് ചേർന്ന് 100 പേരുടെ ഡിഫറെന്റ് ഫ്രീ സ്റ്റൈൽ. ഇപ്പൊ ഈ 4 ടോപ്പിക്കിലും ഒറ്റ ടോപ്പിക്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കില്ല. ഇപ്പോൾ ഒരു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ആ ഡിബേറ്റിന്റെ യൂണിഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ അതിൽ എതിർത്തറപ്പ് ആർഗ്യുമെന്റ് വെക്കണം, നിങ്ങൾ ആർഗ്യുമെന്റ് വെക്കണം. അത് വെക്കത്തില്ല. നിങ്ങൾ ഈമാനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പം മുഹമ്മദ് നബിക്ക് പോകും. മുഹമ്മദ് നബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നേരെ ഫ്രീ തിങ്കിങ്ങിന് വരും. ഫ്രീ തിങ്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ ഏതാണ്, മറ്റേ ഒരു സഹാബിനെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞില്ല, ഖുറാനിൽ വെട്ടിക്കൊല്ലാൻ പറഞ്ഞില്ല എന്ന് പറയും. അപ്പോ നിങ്ങൾ ഈ 4 ഇപ്പൊ ഞാൻ പറയുന്ന ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത് എന്നുള്ളത്? അല്ല, ഇന്ന് നമ്മൾ യു ഹാവ് 29 minutes left. ഓക്കെ. ഇപ്പൊ നിങ്ങൾ പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ഇറ്റ്സ് ഇന്റർചേഞ്ചിങ് ദ വ്യൂസ്. ഓക്കെ. നിങ്ങൾ ഈമാനിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഇല്ല, ശരിയനെ കുറിച്ചോ മറ്റേ ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന തോന്നിയാസത്തെ കുറിച്ചോ നിങ്ങൾ സംസാരിക്കാൻ ഏത് ടോപ്പിക്കിലാണ് ഇപ്പൊ സംസാരിക്കാൻ തയ്യാറ്? നിങ്ങൾ പറഞ്ഞു എന്നാട്ട്. മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ ഇന്നത്തേക്ക്? ഇതാണ് സബ്ജക്ട്. ഓക്കെ, ഇന്നത്തേക്ക് സബ്ജക്ട് ഉത്തമ മാതൃകയാണ്. ഞാൻ പറയുന്നത് ഉത്തമ മാതൃകയാണ്.
പറഞ്ഞോ. ഓക്കെ, ഏത് പാരാമീറ്റേഴ്സിലാണ് നിങ്ങൾ മുഹമ്മദ് നബി ഉത്തമ മാതൃക അല്ല എന്ന് പറയുന്നത്? അതിന്റെ പാരാമീറ്റർ പറയാം. സെക്സ് ആണോ, സെക്സ് ലൈഫ് ആണോ? മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ് എന്ന് ആദ്യം നിങ്ങൾ സ്ഥാപിക്കൂ, എന്നിട്ട് നിങ്ങൾ പറയും. സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത്. ഞാൻ പറയുന്നത് ഇപ്പോ മുഹമ്മദ് നബി ഉത്തമ മാതൃക അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പോയിന്റ് പറയൂ, അതിനുള്ള എന്റെ ആർഗ്യുമെന്റ് ഞാൻ എടുത്തു വെക്കാം. എന്താണ് മുഹമ്മദ് നബിന്റെ സെക്സ് ലൈഫ് ആണെന്ന് നവാസ് ഷെരീഫ്, ഒരു കാര്യം താങ്കൾ പറഞ്ഞ തെറ്റാണ്. ഞങ്ങൾ അല്ല എന്ന് പറയുന്നത് ഓൾറെഡി ആണ് എന്ന് പറയുന്നതുകൊണ്ടാണ്. ഞങ്ങൾ മുഹമ്മദ് മാതൃക അല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് പിന്നെ മുസ്ലിങ്ങൾ വന്ന് അവരുടെ ജനസംഖ്യ കൂടിയതല്ല. മുസ്ലിങ്ങൾ ഓൾറെഡി ജനസംഖ്യ കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് ഇല്ലാത്ത കാര്യം ഞാനൊരു പോയിന്റ് എടുത്തു വെക്കാം. മാതൃകയാണെന്നുള്ളതിന് പോയിന്റ് എടുക്കാം. മാതൃകയാണുള്ളത് ഒരു പോയിന്റ് എടുത്തു വെക്കാം. അതായത് ഈ ലോകത്തിൽ 1400 വർഷം മുമ്പ് പെണ്ണുങ്ങൾക്ക് സ്വത്ത് അവകാശം കൊടുത്തത് ഏതാണ് ലീഡർ? ഏത് ലീഡറാണുള്ളത്? ഒരു ലീഡറിന്റെ പേര് പറയും. ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഖദീജയുടെ ബാപ്പ എന്ത്? അതായത് മുഹമ്മദിന്റെ ഭാര്യയായിട്ടുള്ള ഖദീജയുടെ പാപ്പ. ഞാൻ പറയുന്നത് ആസ് എ ലീഡർ, ഞാൻ അതായത് വാപ്പ സാധാരണക്കാരനാണ്. അല്ല സാധാരണക്കാരനാണ്. അല്ല സാറേ, ഞാൻ സംസാരിക്കുന്നത് മുഹമ്മദ് എന്ന ഭരണാധികാരി പുള്ളി ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് ലോകത്തിൽ എവിടെയും കാണാതെ ഒരു സംഭവം, ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ആൺമക്കൾക്ക് സ്വത്ത് നൽകുന്നത് പോലെ പെൺമക്കൾക്കും നൽകണം, ആൺമക്കൾക്ക് 2 ആണെങ്കിൽ പെൺമക്കൾക്ക് 1 ആണെന്ന് നൽകണം എന്ന് പറഞ്ഞ ലീഡർ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലീഡർ ആരാണ്? അത് പകുതിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് പകുതിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ മികച്ച മാതൃക ഖദീജയുടെ വാപ്പയിലോ കുടുംബക്കാരിലോ ഉണ്ട് എന്നാണ്. ഖദീജ വാപ്പ വാസ് നോട്ട് എ ലീഡർ ഹബീബി. ഹി ഈസ് നോട്ട് എ ലീഡർ. ആവശ്യമില്ല. സാധാരണക്കാരായിട്ടുള്ള അന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരും ഒരുപക്ഷെ പൈസയുള്ള ആളായിരിക്കാം. അന്നത്തെ പ്രമാണിയൊക്കെ ആയിട്ടുള്ള വളരെ ഒരു സമൂഹത്തെ എടുക്കുമ്പോൾ ലീഡറിന്റെ പ്രത്യേകത അല്ല ആ സമൂഹത്തിലെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത. ആ സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങളിലുള്ള പ്രത്യേകതയാണ് ആ സമൂഹത്തിൽ കൂടുതൽ. ഈ സാധാരണക്കാരനായുള്ള പ്രത്യേകതയില് ഖദീജ റളിയല്ലാഹുവിന്റെ വാപ്പ ഖദീജ റളിയല്ലാഹുവിന് കൊടുത്ത സ്വത്തിന്റെ പ്രൂഫ് എന്താണ്? വാപ്പ മുഖാന്തരമാണ് സ്വത്ത് വന്നത്. ഒരു സെക്കൻഡ്, ഖദീജയല്ലേ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത്? കൈകാര്യം ചെയ്യുന്നത് ഖദീജയാണ്. ഖദീജയ്ക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? ഒരു മിനിറ്റ്, അതൊന്നും വിഷയമല്ലല്ലോ. അതാണ് വിഷയം. അതാണ് വിഷയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ മാതൃക എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം, ബി എ ലീഡർ. ഖദീജാന്റെ പാപ്പ ലീഡർ അല്ല സുഹൃത്തെ. ലീഡർ ആവേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ആവേണ്ട ആവശ്യമില്ല. സാധാരണക്കാരനായ ഒരാള് ഭാര്യയായിട്ടുള്ള ചോദ്യം ആരിഫ് ചോദ്യം ചോദിക്കും. നമ്മളുടെ ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഇന്നത്തെ ഡിബേറ്റ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ എന്നാണ്. അതാണ് ഇത് പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ല. ഞാൻ ഉത്തമ മാതൃക പ്രോപ്പർട്ടിന്റെ കാര്യം എടുത്തത് മുഹമ്മദ് നബിയുടെ പേഴ്സണാലിറ്റി അതാണ് നമ്മുടെ വിഷയം. ഉത്തമ മാതൃക എന്ന് മുഹമ്മദ് നബി അപ്പിയിട്ട പോലെ അപ്പിയിടണം, മുഹമ്മദ് നബി പൂശിയ പോലെ പൂശണം. അതാണ് നമ്മുടെ വിഷയം. ഒരു ആർഗ്യുമെന്റ് ആകുമ്പോ ആരിഫ് അപ്പിയിട്ട പോലെ അപ്പിയിടുന്ന ഞാൻ ഇത് വിദണ്ഡവാദമല്ല. മുഹമ്മദ് നബി അപ്പിയിട്ട പോലെ അപ്പിയിടണം തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എവിടെ പഠിപ്പിച്ചു? അത് നിങ്ങൾ എങ്ങനെ ഞാൻ എന്തിനു അന്വേഷിക്കണം? ഞാൻ പറഞ്ഞത്, നിങ്ങൾ കക്കൂസി കയറുമ്പോ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിന്റെ പ്രൂഫ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞ അതിന്റെ പ്രൂഫ് നിങ്ങൾ കക്കൂസി കയറുമ്പോ ഇടത്തേക്കാലാണോ വലത്തേക്കാലാണോ വെക്കുക? അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം അല്ല. നിങ്ങൾ ഭാര്യന്റെ അടുത്ത് പോകുമ്പോ ഇടത്തെ കയ്യിലാണ് തൊടാ വലത്തെ കയ്യിലാണ് തൊടാ? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് പറയും. നിങ്ങൾ കക്കൂസി എന്റെ പേഴ്സണൽ കാര്യം ഞാൻ എന്റെ മുഹമ്മദ് നബിയാണോ എന്റെ പേഴ്സണൽ നവാസ് ഷെരീഫാണോ? മുഹമ്മദ് നബിന്റെ ഡിസ്കഷൻ ആണോ ഇല്ല നവാസ് ഷെരീഫിന്റെ ഡിസ്കഷൻ ആണോ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആദ്യം പറയും. മുഹമ്മദ് നബിന്റെ കാര്യമാണെങ്കിൽ മുഹമ്മദ് നബിന്റെ ആധാരം പറയും. ഒരു മിനിറ്റ്, നവാസ് കുറച്ചു നേരം ഒന്ന് അടങ്ങും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ അശ്ലീലമായ വാക്കുകൾ ഉപയോഗിക്കാതെ വർത്തമാനം പറയുകയാണെങ്കിൽ ഞാൻ റെഡി. നവാസ് ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ പോയിന്റ് വിടരുത്. ഇവിടെ ഞാൻ നിങ്ങൾ ഉത്തരം പറയാം. മുഹമ്മദ് നബി ഇടത്തേക്കാല് വെച്ചിട്ടാണോ വലത്തേക്കാല് വെച്ചിട്ടാണോ കക്കൂസി കയറിയിരുന്നത്? പറയൂ. അതാണോ മുഹമ്മദ് നബി ഉത്തമ മാതൃക എന്ന് പറയുന്നതിന്റെ അടയാളം? ബാത്റൂമിൽ പോയത്, സെക്സ് പോയത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതുവരെ വന്നതാണ്. അത് ഉൾപ്പെടെയാണ്. പറയൂ. നിങ്ങൾ കക്കൂസി കയറുമ്പോ ഇടത്തേക്കാലാണോ വലത്തേക്കാലാണോ വെക്കുന്നത്? എന്റെ ചോദ്യമാണ് മുഹമ്മദ് നബിന്റെ ചോദ്യമാണ്.
ഇത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കക്കൂസി കയറുന്നത് ഇടത്തെ കാലം വെച്ചിട്ടാണോ വലത്തെ കാലാണോ? എനിക്ക് വലത്ത് ഏത് കാലാണ് അടുത്ത് ഇസ്ലാമിലെ ഏതാണ് അതിന്റെ നിയമം പറയൂ. ഞാൻ ഏത് കാലം അടുത്താണോ ആ കാലം എടുത്ത് വെച്ചിട്ട് ഞാൻ പോകും. മുഹമ്മദ് നബി കക്കൂസിൽ പോകുമ്പോൾ ഇടത്തെ കാലാണ് എടുത്ത് വെച്ചത് എന്നുള്ളതിന്റെ ഹദീസ് എടുത്ത് കൈ സഹിയായ ഹദീസ് വരും. നിങ്ങളുടെ ആരിഫും ബോവാച്ചനും എഴുതിയ ഹദീസല്ല കാണിക്കുന്നത്. സഹിയായ ഹദീസ് എടുത്തു വെക്കും. എടുത്തു വെക്കും മിസ്റ്റർ ആരിഫ്. പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ ഇടത്തെ കാലാണോ വലത്തെ കാലാണോ ആദ്യം പറയും. ഞാൻ ഏത് കാലം എനിക്ക് തോന്നിയ കാലം എടുത്തു വെക്കും. എങ്ങനെ ഞാൻ അഗെയിൻസ്റ്റ് ഇസ്ലാം ആവും? ഇതാണ് പ്രശ്നം. ഇപ്പോ ഹദീസ് കാണിക്കൂ ഹദീസ്. ആവേശം അവിടെ വെക്കുന്നു. നമ്മൾ ഹദീസ് എടുക്കട്ടെ. ഹദീസ് കാണിക്കൂ. ഓക്കെ, എന്താണ് ഹദീസ് ബുക്ക് നമ്പർ റെഫറൻസ്? ആദ്യം റെഫറൻസ് പറയും. ചുപ് ഓക്കെ, ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ഇസ്ലാം QA. ഓക്കെ, ഫത്വ വെബ്സൈറ്റ്. വാട്ട് ഈസ് ഇസ്ലാം QA? ഫത്വ അറിയില്ല? ബുഖാരിയാണോ മുസ്ലിമാണോ? ഫത്വ എടുക്കില്ല. ആരുടെ ഫത്വ? ആരിഫിന്റെ ഫത്വ? നിങ്ങൾ അടങ്ങ്. ഓക്കെ, അല്ല നിങ്ങൾ കാര്യം പറയും. മുസ്ലിം ബാത്റൂം എറ്റിക്കറ്റ്. ഓക്കെ, ചോദ്യമാണ്. Have I heard correctly that your rules of modesty require men to crouch or squat to urinate? I'm wondering if it would be more polite. അതായത് അപ്പിയിടുന്നതിനെ കുറിച്ച് വരെ പറയുന്നുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ അത് പേഴ്സണൽ കാര്യമാണ്. അപ്പിയിടുന്നതിനെ കുറിച്ചും ഉറങ്ങുന്ന കുറിച്ചും എല്ലാം കുറിച്ച് സംസാരിക്കണം. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള കാല് വെക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മൾ മുഹമ്മദ് നബി എന്താ പഠിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ്, your prophet has taught you everything, even how to defecate. അപ്പിയിടുന്ന പോലും പഠിപ്പിച്ചിട്ടുണ്ട്. Salman said yes, he forbade us to face the qibla when urinating or defecating. Okay, Islamic Sharia includes a number of rules and manners. Okay, not to face qibla. ഒന്ന്, ഇനി കൈ കൊണ്ട് തൊടാൻ പാടില്ല വിത്ത് റൈറ്റ് ഹാൻഡ്. നിങ്ങൾ ചോദിച്ചല്ലോ ഇടത്തെ കൈ കൊണ്ടാണോ വലത്തെ കൈ കൊണ്ടാണോ തൊടുകയെന്ന്. വലത്തെ കൈ കൊണ്ട് തൊടാൻ പാടില്ല, ഇടത്തെ കൈ കൊണ്ടേ തൊടാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, he should not remove impurity with his right hand. ഇടത്തെ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല, വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല. ഇനി ഇതേപോലെ ഓരോ സാധനം നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇടത്തെ കാലിന്റെ കാര്യം നിങ്ങൾക്ക് നോക്കണം. അതല്ലേ വേണ്ടത്? ഇത് എടുത്തു തരാം. നിങ്ങൾക്ക് ലെഗ് അല്ല, ആ ബുക്കിന്റെ പേരും പറയണം. ഫത്വാന്റെ വെബ്സൈറ്റ് എടുത്ത് കാണിച്ചിട്ട് എന്നോട് തർക്കിക്കാൻ പറ്റുന്നത്. നിങ്ങൾ എടുക്കൂലേ? ഞാൻ എന്തിനു ഫത്വ എടുക്കണം? നിങ്ങൾ എന്താ എടുക്കാത്ത കാരണം? കാരണം ഫത്വ ആര് വേണമെങ്കിലും ഇറക്കാലോ. ഫത്വ ആര് വേണമെങ്കിൽ ഇറക്കാം. അല്ല, ഫത്വ പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫത്വ? എന്താ ഫത്വ എന്ന് പറയാം? നിങ്ങൾ റെഫറൻസ് എടുത്ത് നിങ്ങളല്ല ഭായി, നിങ്ങൾ എടുത്ത് പറയും. നിങ്ങൾ ഫത്വ എടുക്കാതിരിക്കുന്നതിന്റെ കാരണം പറയും. നിങ്ങൾ ഫത്വ പറഞ്ഞ എന്താണെന്ന് പറയും. Let me know whether do you have a knowledge or not. നിങ്ങൾ ഫത്വ എന്ന് പറഞ്ഞ എന്താണ് അത് പറയും. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഫത്വ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ എന്താണ്? നിങ്ങൾ ഫത്വ എടുക്കാതിരിക്കുന്നതിന്റെ കാരണം പറയൂ. എന്താണ് ഫത്വ എന്ന് പറയൂ. എന്നിട്ട് അതിന്റെ കാരണം ഞാൻ പറയാം. കാരണം പറയൂ. നിങ്ങൾ ഫത്വ എന്താണ് പറഞ്ഞാലല്ലേ അത് എന്തുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് കാരണം. നിങ്ങൾ ഈ പൊതുവായിട്ട് അറിയുന്ന വാക്കുകളിൽ പിടിച്ച് തൂങ്ങരുത്. നമുക്ക് ഫത്വ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ വാക്കുകൾ പിടിച്ച് തൂങ്ങല്ലേ? അതായത് ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാണ്ട് എന്നോട് പറയൂ. നിങ്ങൾ ഫ്രീ തിങ്കറാണ്, ഞാനൊരു ഫ്രീ തിങ്കറാണ്. ഫത്വ അറിയാത്ത കാര്യം എന്തിനാ കോട്ട് ചെയ്യുന്നത്? അതിന് മാപ്പ് അറിയാത്ത കാര്യം ഇപ്പൊ ഡിസ്പ്ലേ ചെയ്ത് അത് അതിന്റെ പ്രൂഫാണെന്ന് പറഞ്ഞത്. അതിന് മാപ്പ് പറയൂ. അറിയാത്ത കാര്യം ഡിസ്പ്ലേ ചെയ്തതിന് മാപ്പ് പറയൂ. മുസ്ലിങ്ങളുടെ വെബ്സൈറ്റിൽ അവർ എഴുതി വെച്ചതാണ്. ഏത് മുസ്ലിം? ഏത് മുസ്ലിം? അതാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പ്ലാറ്റ്ഫോം മാറുന്നത് ആരാണെന്ന് മനസ്സില്ലേ? അതായത് ഈമാനെ കുറിച്ച് പറയുമ്പോ നേരെ പോവും ഫ്രീ തിങ്കിങ്ങില്. ഇസ്ലാമിനെ കുറിച്ച് പറയും. എന്ത് ഫത്വ? ആരാണ് ഫത്വ? എന്താണ് ഫത്വ? അത് പറയും. നിങ്ങൾക്ക് ഇത്രയും വായിട്ട് അലക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഫത്വ പറഞ്ഞ എന്താണെന്ന് പറയും. അല്ല, നിങ്ങൾ ഹലോ, ഞാൻ ഫത്വനെ കോട്ട് ചെയ്തിട്ടില്ല, ഞാൻ റെഫർ ചെയ്തിട്ടില്ല ഫത്വനെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഫത്വനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് ഹദീസിന്റെ കൂട്ടാണ്. എനിക്ക് അറിയില്ലെന്നല്ല. എന്താ നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേര് ബോച്ചക്കൻ. നിങ്ങൾ കോട്ട് ചെയ്ത സാധനം നിങ്ങളാണ്. നിങ്ങൾ ഒരു പ്രൂഫ് എടുത്ത് വെച്ചാൽ അതിന്റെ ഉത്തരം പറയുന്നത് നിങ്ങളാണ്, ഞാനല്ല. ഫത്വ എന്താണെന്ന് അറിയുമോ ഇല്ലയോ? സിമ്പിൾ ചോദ്യമാണ്, യെസ് ഓർ നോ ആണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം, ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനൊരു ചോദ്യം ആവില്ല. ബോച്ചക്കൻ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനൊരു ചോദ്യം ആവില്ല. എങ്ങനെ? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂ. വാട്ട് ഈസ് ഫത്വ? നിങ്ങളാണ് ഫത്വ പറഞ്ഞത്. നിങ്ങൾ ഈ 30 മിനിറ്റ്സ് നിങ്ങൾ എങ്ങനെ ശാഠ്യം പിടിക്കുന്നു അതേപോലെ ശാഠ്യം പിടിക്കാൻ എനിക്കും അറിയാം.
നിങ്ങൾ എടുത്തോ. ഇത് മുന്നോട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ യു ഹാവ് 18 മിനിറ്റ്സ് ലെഫ്റ്റ്. ഓക്കെ, 18 എനിക്ക് എന്താണ്, നിങ്ങൾ അതുകൊണ്ട് എനിക്ക് എന്താണ്, നിങ്ങൾ എടുത്തു വെച്ച പ്രൂഫിന് എന്താണ് ഡെഫിനിഷൻ പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ. ഇതാണ് നിങ്ങളുടെ ഫ്രീ തിങ്കിങ്. നിങ്ങൾ ഫത്വ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറയൂ. അതേ നമ്മൾ ചോദിക്കും. നിങ്ങൾ ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയൂ. അത് ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ഞാൻ പറയാം. ഫത്വ എന്തുകൊണ്ട് എടുക്കില്ല പറയൂ. ഫത്വ എന്താണെന്ന് ഡെഫിനിഷൻ പറയൂ. അത് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറയൂ. ഫത്വ തുടങ്ങിയത് ആരാണ്? ഫത്വ എന്ന വേർഡ് ഈ ആർഗ്യുമെന്റ് തുടങ്ങിയത് നിങ്ങളാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എന്തുകൊണ്ട് ഫത്വ എന്തുകൊണ്ട് എടുക്കില്ല എന്ന് പറയൂ. എന്താണ് ഫത്വ എന്ന് പറയൂ. നിങ്ങൾ ഹദീസ് എടുക്കോ? എന്താണ് ഫത്വ എന്ന് പറയൂ. ഹദീസ് നിങ്ങൾ എടുക്കോ? ഹദീസ് എന്ന് ഞാൻ എടുക്കും. സഹിയായ ഹദീസ് ഞാൻ എടുക്കും. നിങ്ങൾ ഫത്വാന്റെ ഡെഫിനിഷൻ പറയുമ്പോ ഹദീസിന്റെ ഡെഫിനിഷൻ ഞാൻ പറയും. പറയൂ, എന്താ ഹദീസ് പറയൂ. ഫത്വാന്റെ ഡെഫിനിഷൻ പറയൂ സാർ. ഫത്വ എടുത്തത് നിങ്ങളല്ലേ. ഒരു ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളല്ലേ. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നതാണ്. ഒരു കാര്യം അറിയാത്തപ്പോ വേറൊരു കാര്യം ഇവിടെ ആരിഫെ ഫത്വ എന്ന വാക്ക് എടുത്തത് ആരാണ്? അല്ലല്ല, നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തു. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയട്ടെ. നമ്മളൊന്ന് പറയാൻ വിടറോ പ്ലീസ്. പറയൂ. ഇത്രയും സംസാരിച്ചില്ലേ. ഈ പൊതുവായിട്ട് അറിയുന്ന കാര്യങ്ങളെ വാക്ക് പിടിച്ച് തൂക്കുക എന്നുള്ളത് പൊതു. ഇപ്പൊ ഞാനിപ്പോ ചോദിക്കാം, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഖുറാനെ കുറിച്ച് അല്ലല്ല, ചെയ്യുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ ഒന്ന് പറയട്ടെ. ഈ പൊതുവായിട്ട് ഇപ്പൊ ഞാൻ ഖുറാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുറാൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നതാണ്. ഈ വായിക്കപ്പെടുന്ന പറഞ്ഞാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആളോട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഫത്വ എന്താണെന്ന് താങ്കൾക്ക് അറിഞ്ഞിട്ടും താങ്കൾ കടന്ന് അതല്ല നിങ്ങൾ അത് തിരിക്കുകയാണ്, അതിനെ ട്വിസ്റ്റ് ചെയ്യണം. കാരണം ഒരു ആർഗ്യുമെന്റ് എടുത്ത് നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്ത് എന്റെ 30 മിനിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ 30 മിനിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് ആൾക്കാരെ വിളിച്ച് നിങ്ങൾ മാത്രം സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പോയിന്റ് ഒന്ന് തീർത്തോട്ടെ. എവിടെ നിങ്ങളുടെ പോയിന്റ് തീരുന്നില്ലല്ലോ ഭായി. വന്നതിൽ നിന്ന് നിങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ആരും സമയം കൊടുക്കൂ, എനിക്ക് സമയം തരൂ. ആരും സമയം കൊടുക്കൂ, എനിക്ക് സമയം കൊടുക്കൂ. താങ്കളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ടോപ്പിക് ഡൈവേർട്ട് ചെയ്യാണ്ട് നിങ്ങൾ എന്താണ് നമ്മുടെ പോയിന്റ്? നമ്മളൊരു ആർഗ്യുമെന്റ് എടുത്ത് വെച്ചു. ആ ആർഗ്യുമെന്റിന് ആരിഫ് ഫത്വ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് കാണിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു ഫത്വന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചത്. ജാസിം വിട്, ഫത്വ എന്താണെന്ന് അറിയാത്ത കോയാണ്. ജാസിം വിട്, ആരിഫ് പറയും വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ഫത്വ. ഫത്വ വിടൂ, നിങ്ങൾ ബാക്കി പറ. മുഹമ്മദ് ഉത്തമ മാതൃകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിന് പബ്ലിഷ് ചെയ്യാൻ പാടും. ആദ്യം ഞാൻ നിങ്ങളുടെ വിവാദത്തിൽ തോൽപ്പിക്കും ഞാൻ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അസത്യമായ കാര്യത്തിലാണ് ഒരാളുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് എമോഷണലി ക്യാരക്ടർ ഡാമേജ് പറയാം. എന്ത് ക്യാരക്ടർ ഡാമേജ്? ഇവിടെ എഴുതി വെച്ചിട്ട് താങ്കൾ എഴുതി വെച്ച മെസ്സേജ് എന്നാ വായിച്ചത്? ഞാൻ പറയുന്നത് താങ്കളുടെ മെസ്സേജിനകത്ത് നിന്നാണ് ഇംഗ്ലീഷിൽ വായിച്ചു കൊടുത്തത്. അതിൽ എവിടെ ഞാൻ നിങ്ങളെ തോൽപ്പിക്കുന്ന എഴുതിക്കുന്നത്? തോൽപ്പിക്കുന്നുള്ള വാക്ക് അതിനകത്തില്ലല്ലേ? മലയാളത്തിലല്ലേ എഴുതിയിട്ടുള്ളത്? ഇല്ലാത്ത കാര്യങ്ങൾ എടുത്ത് പറയരുത് മിസ്റ്റർ ബോവച്ചക്കൻ. എന്റെ പൊന്ന് സുഹൃത്തെ, ഇതൊക്കെ നമ്മൾ പറയലിന്റെ പേരാണ് കളവ് പറയാൻ. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത് പറയലാണ് കളവ്. അപ്പൊ തുടക്കം കളവിന്നാണ്. വിവാദത്തിന്റെ തുടക്കം കളവിൽ നിന്ന് തുടങ്ങണം. അത് വീട്ടിൽ ജസീം പുള്ളിയുടെ ഉദ്ദേശം വേറെയാണ്. പുള്ളി മുഹമ്മദിന്റെ 10 മാതൃക പറയട്ടെ. ഫസ്റ്റ് മാതൃക ഞാൻ പറഞ്ഞു. അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അതിന് ഉത്തരം എന്താ പറഞ്ഞിട്ട് നിങ്ങൾ പേഴ്സണാലിറ്റി ക്വാളിറ്റി പറയും. ഫസ്റ്റ് അതാ എന്റെ ഫസ്റ്റ് പോയിന്റിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. സോറി, എന്റെ ഗ്രാമർ അത്ര ഇതല്ല, ഞാൻ മലയാളം സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ എനിക്ക്. ഓക്കെ, എന്റെ ഫസ്റ്റ് പോയിന്റ്, വേൾഡ്സ് ഫസ്റ്റ് ലീഡർ, ഫസ്റ്റ് കമാൻഡർ, ഫസ്റ്റ് കിങ് ഹൂ മേഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് അലൗസ് a lady can also have share from their parentals properties. ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലീഡർ ആരാണ്? നിങ്ങളുടെ ഫ്രീ തിങ്കിങ് ലീഡർ ആരാണ് ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്റെ പൊന്നു സുഹൃത്തെ, ലീഡറിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഖദീജ എന്നുള്ള യുവതിയെ പറ്റി താങ്കൾക്ക് അറിയാമല്ലോ, മുഹമ്മദിന്റെ ആദ്യത്തെ ഭാര്യ. ഞാൻ ആ പോയിന്റ് പറഞ്ഞു. അതിന്റെ എവിടുന്ന് കിട്ടി പറയൂ? എവിടുന്ന് കിട്ടി? പിതാവിന്റെ സ്വത്ത്. ഓക്കെ, ഖദീജന്റെ ബ്രദേഴ്സിന്റെ പേരെന്താണ്?
ഇതെന്താണ് ഇതിന്റെ ഈ വിഷയം? ഇതെങ്ങനെയാണ് ഇവിടെ വിഷയം താങ്കൾ പറയൂ. എങ്ങനെ അപ്പൊ സ്വത്ത് എങ്ങനെ കിട്ടിയെന്ന് നോക്കണ്ടേ നിങ്ങള്? എടോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്വത്താണ് ആ സ്ത്രീക്ക്. ആയിക്കോട്ടെ, ഇത് എങ്ങനെ കിട്ടി? അവരുടെ പിതാവ് കൊടുത്തതാണോ അല്ല അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ? ഒരു 13 മിനിറ്റ് ഉണ്ട് പുള്ളി പറഞ്ഞിട്ട് പോട്ടെ. അല്ല ഭായ്, നിങ്ങൾ ഖദീജാന്റെ പിതാവ്, ഖദീജാന്റെ റെഫറൻസ് എടുക്കുന്നില്ല. ഖദീജാന്റെ പിതാവിന്റെ പേരെന്താണ്? അതൊന്നല്ല വിഷയം. മുഹമ്മദ് നബിയുടെ വിഷയത്തിൽ നിന്ന് പോകുന്നു. മുഹമ്മദ് നബിയുടെ 10 പേഴ്സണാലിറ്റി ക്വാളിറ്റി, മാതൃകയാക്കാൻ പറ്റിയ 10 പേഴ്സണാലിറ്റി ക്വാളിറ്റി നിങ്ങൾ. ഫസ്റ്റ് ക്വാളിറ്റി, ഹി ഈസ് എ ബിഗ് ലീഡർ. ഓക്കെ, ഒരു ലീഡർ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിന് ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ലോകത്തിൽ ആരും കൊണ്ടുവരാത്ത ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന ആള് മുഹമ്മദ് നബി. ഓക്കെ, ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് ഡിഫെൻഡ് ചെയ്യും. ഹൗ ടു ബി എ ഹോണസ്റ്റ് മാൻ. ജനിച്ചതിൽ നിന്ന് അവസാനം വരെ കള്ളം പറയാത്ത ഒരു വ്യക്തി. ഓക്കെ, ഹൗ ടു ബി എ ഗുഡ് ബിസിനസ് മാൻ, സക്സസ്ഫുൾ ബിസിനസ് മാൻ. എങ്ങനെ ഒരു നല്ല ലീഡർ ആകാം, എങ്ങനെ ഒരു നല്ല ബ്രദർ ആകാം. ഓക്കെ, എഴുതി മറന്നു. ഇല്ലല്ലോ, മറക്കൂല. ഓക്കെ, എത്രയായി ഇപ്പൊ പോയിന്റ്? 3 നാലാമത്തത്, ഹൗ ടു ബിക്കം എ ഗുഡ് ആൻഡ് ഫൈനൽ പ്രോഫിറ്റ്. ഓക്കെ, ഹൗ ടു ബി എ like let's say how to be a humble person even though he is a king. Okay, എത്രയായി? 5. വേറെ എന്താണ് പറയാ? how to be a good father. 6 7ാമത്തെ ലീഡർ പറഞ്ഞു, ഫാദർ പറഞ്ഞു. 7 1000 ഉണ്ടെന്നല്ലേ? 10 പറയും. 3 കൂടി പറഞ്ഞാൽ മതി. പെട്ടെന്ന് ചോദിച്ചാൽ എടുത്തു വെക്കാൻ പറയല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മഹാനവരെ കുറിച്ചാ പറഞ്ഞത്. ബാക്കി 3 പറയും. സമയങ്ങളല്ലേ. ഓക്കെ ഫൈൻ, നിക്ക് തിങ്ക് ചെയ്യാൻ സമയം തരി. അപ്പൊ ഇത് ഇന്നലെ പറഞ്ഞല്ലേ, ഇപ്പോഴും സമയം കിട്ടിയില്ലേ? കിട്ടി. പറയട്ടെ. പറയുന്ന മുമ്പ് എന്തിനാണ് എടുത്തു ചാടുന്നത്? നിങ്ങൾ ബോധ സെക്കൻഡിൽ പഠിക്കണല്ലോ. ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. പറയൂ. ഓക്കെ, how to be a peacemaker. ഓക്കെ, എത്ര? 8 7 7ആയി. ഇനി 2 കൂടി. 2 ഇനി 3 വേണ്ട. അപ്പൊ 3 പറഞ്ഞു. സോറി. പിന്നെന്താ പറയാ? ബിസിനസ്മാൻ പറഞ്ഞു, ട്രേഡർ പറഞ്ഞു. മുൻമാതിരിയാക്കാൻ എന്താണുള്ളത്? ഹൗ ടു ബി എ ഗുഡ് ഫ്രണ്ട്. ഓക്കെ, how to be a strategist. ഇത് രണ്ടും ഒന്നാണല്ലോ. ഹൗ ടു ബി ലീഡർ എന്ന് പറഞ്ഞതും സ്ട്രാറ്റജിസ്റ്റ്. ലീഡർ സ്ട്രാറ്റജിസ്റ്റ് എങ്ങനെ പോയി ഒന്നാവും? ഓക്കേ, വൺ ഓഫ് ദ ക്വാളിറ്റി ആണ് ലീഡറിന്, വൺ ഓഫ് ദ ക്വാളിറ്റി ആണ് സ്ട്രാറ്റജിസ്റ്റ്. ഓക്കേ, ബാക്കി പറ. 10 ലാസ്റ്റ്. ഓക്കേ, and how to be the reformer of the society. അടിപൊളി. ഓക്കേ, ഇനി നിങ്ങൾ മിണ്ടരുത്. ഇതിന്റെ ഉത്തരം നമ്മൾ പറയും. ഇനി നിങ്ങൾക്ക് 10 മിനിറ്റും കൂടി ഉണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലല്ല, നിങ്ങൾ പറഞ്ഞിട്ട് അതിന് ആൻസർ ഉള്ള അവകാശം എടുത്തിട്ടുണ്ട്. നിങ്ങൾ വല്ല തോന്നിയാസം എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് അവസരം നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് സമയം തരണം അത് ഡിഫെൻഡ് ചെയ്യാൻ. ഓക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം ജസീം പറയണോ ഞാൻ പറയണോ? ആര് വേണമെങ്കിൽ പറയാം. ഏത് ചോദ്യത്തിനാണ് ഞാൻ വേണമെങ്കിൽ പറയാം. ഏത് ചോദ്യം വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇനി നിങ്ങൾ ഇനി ഞങ്ങൾ രണ്ടുപേരാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ പറയും. രണ്ടുപേരും നവാസിനെ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി പറയും. ഓക്കെ, ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞത് മുഹമ്മദ് നബി നല്ലൊരു ലീഡർ ആണെന്നാണ്. എന്താ പറയാനുള്ളത്? എന്റെ അഭിപ്രായം പറയാനോ? ലീഡർ ഒരു മാതൃകയാണോ? മുഹമ്മദ് നല്ല ലീഡറാണ് എന്ന് പറയണമെങ്കിൽ മുഹമ്മദിനെ ആരാണ് ലീഡർ ആക്കിയതെന്നും കൂടി പറയണം. മുഹമ്മദ് സ്വന്തം നാടായിട്ടുള്ള മക്കയിൽ ഈ അദ്ദേഹത്തിന്റെ പ്രവാചകൻ എന്നുള്ള സ്റ്റാറ്റസ് പ്രചരിപ്പിക്കാൻ അത് മാർക്കറ്റിംഗ് നടത്താൻ ശ്രമിച്ച സമയത്ത് അവിടെ ആരും മുഹമ്മദിനെ ലീഡറായി അംഗീകരിച്ചിട്ടില്ല. മുഹമ്മദ് മദീനയിലേക്ക് അവസാനം മാർക്കറ്റ് ഇടിയുന്നതിന് ഭാഗമായിട്ട് പലായനം ചെയ്യുന്നു. മദീനയിലെത്തിയ മുഹമ്മദിനെ അവിടുത്തെ ആളുകൾ ഇവരുടെ സാഹിത്യപ്രകാരം ഹദീസിലും
സീറകളിലും വന്ന കഥകൾ പ്രകാരം മദീനയിലെ അൻസാറുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ആളുകൾ മുഹമ്മദിനെ സ്വീകരിക്കുന്നു. അവിടുത്തെ ഗോത്രങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ മുഹമ്മദിന്റെ ഈ പുതിയ ഒരു മതത്തിൽ ഇംപ്രസ് ആയിട്ട് അവര് അംഗീകരിച്ചു. പക്ഷേ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് മദീനയിൽ ചെന്നിട്ട് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന സഹവർത്തിത്വത്തിൽ ജീവിച്ചിരുന്ന ജൂത ഗോത്രങ്ങളെയും മറ്റു ചില ഗോത്രങ്ങളെയും മുഹമ്മദ് ഈ ലീഡർ അല്ലെങ്കിൽ അവിടുത്തെ ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അവര് തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് തീരുമാനിച്ചു എന്നുള്ള കഥകളാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. ആ മുഹമ്മദ് അവിടെ ജീവിച്ചിരുന്ന തദ്ദേശീയരായി എത്രയോ കാലമായി അവിടെ ജീവിച്ചിരുന്ന ജൂത ഗോത്രങ്ങളെ മദീനയിൽ നിന്ന് ഓടിക്കുന്നു, കൊലപ്പെടുത്തുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അതിനുള്ള ഉത്തരവുകൾ പാലിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് അവിടുത്തെ മറ്റ് മതക്കാരെ ഈ ലീഡർ സോക്കോൾഡ് ലീഡർ അവിടെ ഉണ്ടായിരുന്ന മുമ്പ് ഞാൻ കാണിച്ചുതരാം. ഒരു മിനിറ്റ്, ഇയാൾ ഇടയ്ക്ക് ഇടപെടരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, അല്ല ഒരു കാര്യം നിങ്ങൾ ഓരോ പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ആർഗ്യൂ, കാരണം 10 പോയിന്റ് വെയിറ്റ് നോട്ട് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് പറയാം. നോട്ട് ചെയ്യുക ലാസ്റ്റ് പറയാം. ഓക്കെ, നോട്ട് ചെയ്യുക ലാസ്റ്റ് പറയാം. ഒരു സെക്കൻഡ് നാസർ ഭായ്. ഓക്കെ ഓക്കെ, ഇവിടെ കണ്ടില്ലല്ലോ. ഒരു സെക്കൻഡ്, നമ്മളെ നാസർ കൊടിമരം കൂടി വന്നിട്ടുണ്ട്. ഇരുന്നോട്ടെ. നാസർ ഭായ് കേക്കാവോ? കേക്കാം. ഞാൻ ഒന്നുകൂടെ കാണാൻ ഒരു സെക്കൻഡ്. അത് വീണ്ടും പോയെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു ഡിബേറ്റിലാണ്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, കേൾക്കാം, ഇടയ്ക്ക് ഇടപെടാം. ഓക്കെ, ശരി. അപ്പോ ഇവിടെ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം ജസീം. അതായത് ഇവിടെ 10 മാതൃകയാക്കാൻ പറ്റിയ മുഹമ്മദ് നബിയുടെ 10 മാതൃകകളാണ് ഇവിടെ പറയുന്നത്. നാസർ ഭായ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 മാതൃകകൾ. ഒന്ന്, ഒരു മികച്ച ഒരു ലീഡറാണെന്നാണ് പറയുന്നത്. ഇതിൽ ചില സംഗതികളോട് ഞാൻ യോജിപ്പാണ് കേട്ടോ പറയാ, അതൊന്നും വിചാരിക്കരുത്. അപ്പോൾ മുഹമ്മദ് നബി നല്ല മികച്ച ലീഡർ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ലീഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ലീഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണല്ലോ നമ്മൾ അതിനകത്ത് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു ഖുറൈശി ജനത, ആ ജനതയുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അതിൽ നിന്നും ഒരു സംഘത്തെ കൂട്ടി ഉണ്ടാക്കി അവിടെ നിന്ന് 13 വർഷക്കാലം കഷ്ടപ്പെട്ടിട്ടും അധികം ആളെയൊന്നും കിട്ടാതെ വന്നപ്പോൾ അപ്പുറത്ത് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് ഉൾപ്പെടെ അതിനുശേഷം അവിടെ നിന്നും വലിയ തോതിലുള്ള കൊള്ളകൾക്ക് നേതൃത്വം ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരുപാട് ഗോത്രങ്ങളെ കൊള്ളയടിക്കാനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് മുഹമ്മദ് നബി, ഒരു സംശയമില്ല. ഐ അഗ്രി ദാറ്റ്. ഓക്കെ, ഇനി അടുത്തത് വളരെയധികം ഓണസ്റ്റ് ആണെന്നാണ് പറയുന്നത്. മുഹമ്മദ് നബി അൽ അമീൻ എന്നാണ് പറഞ്ഞു വെക്കുക. ശരിയാണ്, ഞാനും അത് സമ്മതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഓണസ്റ്റി ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സാധനത്തിന് പരിപ്പുവടയുടെ വില പോലും കൊടുക്കാതെ അതിനെ കാറ്റിൽ പറത്തിയ ഒരു ഒന്നാന്തരം മഹാനാണ് നമ്മളുടെ മുഹമ്മദ് നബി. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഓണസ്റ്റിയുടെ. ഇനി വേറെ ഓണസ്റ്റിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പറയാം. അപ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നു, മികച്ച ഓണസ്റ്റി തന്നെയാണ്. ആ ഒരു എന്താ പറയാ, കത്ത് കയ്യിൽ ചുരുട്ടി കൊടുത്തയച്ചിട്ട് പോലും ആ സാധനത്തിനെ കാറ്റിൽ പറത്താൻ വേണ്ടിയിട്ട് കാണിച്ച ആ സത്യസന്ധത, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി ബിസിനസ്മാൻ, അത് ഞാൻ സമ്മതിക്കുന്നു. അതായത് സ്വതന്ത്ര സ്ത്രീകൾ, സ്വതന്ത്ര പുരുഷന്മാരൊക്കെ ജീവിക്കുന്ന ഗോത്രങ്ങളെ പാതിരാത്രിക്ക് നേരം വെളുക്കുന്നതിന് മുന്നേ കൊള്ളയടിച്ചിട്ട് അതിനകത്ത് സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന ആളുകളെ പിടിച്ച് അവരെ അടിമകളാക്കി, അടിമകളെ കൊണ്ടുപോയി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്ന നല്ല ഒന്നാന്തരം അറേബ്യൻ അംബാനി ആയിരുന്നു മുഹമ്മദ് നബി. ഞാൻ സമ്മതിച്ചു, ബിസിനസ്മാൻ. ഇനി അടുത്തത് ഫൈനൽ പ്രൊഫറ്റ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് അന്ത്യപ്രവാചകനാകാൻ എന്തുകൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രവാചകൻ എന്ന് പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. പക്ഷെ തൽക്കാലം നമ്മൾ അടിമത്തം മാത്രം നമ്മളൊന്ന് എടുക്കുക. ഏതാണ്ട് മനുഷ്യനുണ്ടായ അന്ന് മുതൽ പ്രവാചകന്മാരെ അയക്കുന്നു. അതിൽ തന്നെ 1,00,000-ൽ പരം പ്രവാചകന്മാരെ അയക്കുന്നു. അതിൽ ഏറ്റവും അവസാനം വന്ന ആളാണ് അന്ത്യപ്രവാചകൻ. എന്നിട്ട് മൂപ്പരെ കൊണ്ട് നമ്മളുടെ അടിമത്തം നിരോധിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, അത് പടച്ചോനും ദുരന്തമാണെന്നും കൂടിയാണ് ഇവിടെ തെളിയിക്കുന്നത്. മൂപ്പര് മരിക്കുന്ന സമയത്ത് അടിമയും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അടിമയെ വിമോചിപ്പിച്ചിരുന്ന ചില ആളുകളോട് എന്തിനാ മോചിപ്പിച്ചത്, അവളെ ആ അടിമയെ നിനക്ക് വിറ്റൂടായിരുന്നോ, നിന്റെ അമ്മാവന് കൊടുത്തൂടായിരുന്നോ, എന്നാൽ നിനക്ക് വേറെ കൂലി കിട്ടൂലായിരുന്നോ എന്ന് ചോദിച്ച വളരെ മികച്ച ഒരു പ്രൊഫറ്റാണ് നമ്മളുടെ
ഫൈനൽ പ്രൊഫറ്റ് ആണ് നമ്മുടെ മുഹമ്മദ്. ഓക്കെ, സമ്മതിച്ചു. ഇനി ഹംബിൾ ആണ്, ആസ് എ കിങ് എന്നാണ് പറയുന്നത്. വളരെ ഹംബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഇപ്പൊ എന്നെയൊക്കെ പല ആളുകൾ ട്രോളാറുണ്ട്, പല ആളുകളും ചെയ്യാറുണ്ട്. നമ്മളൊന്നും ആരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളെ വിട്ട് കൊല്ലിച്ചിട്ടുള്ള ആളാണ്. ഹംബിൾ ആയതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് നേരിട്ട് പോയി കൊല്ലാഞ്ഞത്, കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ആളാണ് കഅബ് ബിൻ അഷ്റഫിന്റെ കഥ. നമ്മൾ പറയാറുണ്ട്, ആ മോനെ തലയൊന്നും ഇങ്ങോട്ട് കുനിച്ച എൻ്റെ തലയിൽ നല്ല വാസന തൈലുണ്ടല്ലോ, ഒന്ന് മണത്തോക്കട്ടെ എന്ന് പറഞ്ഞ് തല കുനിപ്പിച്ചിട്ട് തല വെട്ടിയെടുത്ത് കൊണ്ടുവന്നു ഫുട്ബോൾ പോലെ വെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞ കഥ വേറെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും അതാണ് സാധനം. അത്രയ്ക്ക് ഹംബിളാണ്. നേരെ ചെയ്യില്ല, നേരെ കൊല്ലില്ല, ആളെ വിട്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലും. ഇനി അടുത്തത് ഫാദർ ആണെന്നാണ് പറയുന്നത്. വളരെ മികച്ച ഫാദറാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഫാത്തിമയുടെ കാര്യം വന്നപ്പോൾ, അതായത് സ്വന്തം ഇച്ഛപ്രകാരം പിഡോഫിലിക്ക് ആണെങ്കിൽ പോലും ആയിഷയെ കെട്ടേണ്ട നേരത്ത് ഇങ്ങനെ പട്ടിൽ പൊതിഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണിച്ചു എന്നൊക്കെ പടച്ചോൻ പിഡോഫിലിക്ക് വേണ്ടിയിട്ട് കളമൊരുക്കിയപ്പോൾ താൻ 53 വയസ്സുകാരനാണെങ്കിൽ പോലും അതിനുവേണ്ടി ചാടിയും പിടിക്കുകയും ഉമറിനെ കഷ്ടപ്പെടുത്തി വലിയ തോതിൽ അവിടെ കോഴ്സ് ചെയ്തിട്ട് ആ ആയിഷയെ 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിൽ വരെ കാത്തിരിക്കേണ്ടി വന്ന ആ ഇടവേളയിൽ അവിടെ മറ്റേ തൊടയിൽ വെച്ചിട്ട് പരിപാടിയൊക്കെ നടത്തിയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം മോളെ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉമറും അബൂബക്കറും വന്നപ്പോൾ അത് പറ്റൂല, അവൾ വളരെ യങ് ആണ് എന്ന് പറഞ്ഞു നിന്ന് അതിന് ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളുടെ പിഡോഫിലിക് ആയിട്ടുള്ള മുഹമ്മദ് നബി. അത് നല്ലൊരു മികച്ച പിഡോഫിലിക് ആയിട്ടുള്ള ഫാദറാണെന്ന് മാത്രം, പക്ഷെ നല്ല അടിപൊളി ഫാദറാണ്. ഇനി അടുത്തത് പീസ് മേക്കർ. അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. പീസ് മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പറയേണ്ടത് ബനു ഖുറൈല കൂട്ടക്കൊല, ജനോസൈഡ്. അതിൽ അവിടെ പിടിക്കപ്പെട്ട ആളുകൾ എങ്ങനെ സമാധാനം ഉറപ്പിക്കും? ഇതൊന്നും അവസാനിപ്പിക്കണമല്ലോ, കുറച്ച് ആളുകളും കൂടി കൊല്ലാൻ ബാക്കിയുണ്ട് എന്ന് വരുന്ന സമയത്ത് ആ പിടിക്കപ്പെട്ടത് കുട്ടികളാണോ മുതിർന്നവരാണോ എന്നിങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന ഒരു സമയം വന്നപ്പോൾ വളരെ മികച്ച ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുണ്ട് പൊക്കി നോക്കിയിട്ട് അതിനകത്ത് മയിര് മുളയ്ക്കാത്ത ആളുകളെ വെറുതെ വിടുകയും മുളച്ച ആളുകളെ തലവെട്ടി കൊല്ലുകയും ചെയ്തുകൊണ്ട് സമാധാനം ഉറപ്പാക്കിയിട്ടുള്ള ഒരു മികച്ച പ്രവാചകനാണ് നമ്മളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കൂട്ടുകാരൻ, അത് നമ്മൾ പറയണല്ലോ, വളരെ മികച്ച കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, അതായത് നമ്മളുടെ അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് ആയിഷയെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അബൂബക്കർ പറയുന്നുണ്ട്, അതിന് മുഹമ്മദ് ഞാൻ എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന എന്താണ്, കൂട്ടുകാരനൊക്കെ മതത്തിൽ, ഇവിടെ നമ്മൾ പോയോ അവിടെ നമ്മൾ കൂട്ടുകാരൊന്നല്ല, ഇവിടെ നമ്മൾ മതത്തിൽ കൂട്ടുകാരനാവാം. അല്ല, പുള്ളി വരും, അതെന്തോ ഡിസ്കണക്ഷൻ ആണ്, നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഡിസ്കണക്ട് വെയിറ്റ് ആയിട്ടില്ല, സമയമായിട്ടില്ല, നിങ്ങൾക്ക് സമയം തരും. ഓക്കെ, അപ്പൊ കൂട്ടുകാരന്റെ കഥ ഏതാണ്? ഇനി എന്താണ് സ്ട്രാറ്റജിസ്റ്റിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ, അത് ഒരു ഉദാഹരണം കൂടിയാണ്. അതായത് ആ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾ മുതിർന്നവരാണോ കുട്ടികളാണോ എന്ന് ആ സ്ട്രാറ്റജി അത് എടുക്കാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പിച്ച് അവിടെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മുണ്ട് പൊക്കി നോക്കി ആ രോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു സ്ട്രാറ്റജി, അത് വളരെ മികച്ച സ്ട്രാറ്റജി തന്നെയാണ്, ഒരു സംശയമില്ല, അത് നമ്മൾ സമ്മതിക്കുന്നു. പിന്നെ റിഫോമർ, അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് മുഹമ്മദ് നബി ഖദീജയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ മുഹമ്മദ് നബിയുടെ അങ്ങോട്ട് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ഖദീജ. അങ്ങനെ മുഹമ്മദ് നബി റിഫോർമേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്ത്രീ സ്വന്തം കല്യാണം ആലോചിച്ച് മുന്നോട്ട് വന്നാൽ അവൾ അഡൾട്രസ് ആണ്, വേശ്യയാണ് എന്ന വളരെ മികച്ച റിഫോർമേഷൻ കൊണ്ടുവന്ന് ഇസ്ലാമിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പ്രൊഫറ്റ് മുഹമ്മദ്. ഇത്രയും വളരെ മികച്ച വ്യക്തിത്വമാണ്, നമ്മൾ സമ്മതിക്കുന്നു. കൈയടിച്ച് പാസ്സാക്കാം. ബൈ. ഇനി നിങ്ങൾക്ക് പറയാം. ജസീവൻ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് നവാസിലേക്ക് പോകാം. നാസർ കുമാറും ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി ആയിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല എന്ന് പറയരുത്. ഖദീജ എന്നുള്ള വ്യക്തി മുഹമ്മദിനോട് അങ്ങോട്ട് വിവാഹം ആലോചിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖദീജ മുഹമ്മദിനെ ആലോചിക്കുന്ന സമയത്ത് ഖദീജ ഒരു കച്ചവടക്കാരിയാണ്. ഖദീജയ്ക്ക് അവരുടെ സ്വത്തിന്റെ മേൽ അവകാശമുണ്ട്. ആ അവകാശങ്ങളിൽ വന്നതിൽ അവരുടെ ഭർത്താക്കന്മാര്, അവരുടെ അച്ഛൻ ഒക്കെ പങ്കിട്ട്, അവർക്ക് മുമ്പ് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നതിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും അവരുടെ അച്ഛന്റെ സ്വത്തും അവരുടെ ഭർത്താവിന്റെ സ്വത്തും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ കാലത്ത് തന്നെ മികച്ചൊരു ഉദാഹരണം അവിടെ ഉണ്ട്. ആ സമൂഹത്തിനകത്ത് സ്വത്ത് കൊടുക്കുന്നത്, പെൺമക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നത് ഒരു ടാബുവേ അല്ല. മുഹമ്മദാണ് ഇത് വന്ന് പകുതിയാക്കുന്നത് പിന്നീട്, അല്ലെങ്കിൽ മുഹമ്മദ് ഇത് മോശപ്പെടുത്തി എന്ന് പറയാം. ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ട് താങ്കളിലേക്ക് വരാം. ഒരു മിനിറ്റ്. ഇനി സമയമുണ്ട്, നമുക്ക് ചീരണി കഴിച്ചിട്ട് പോവാം. താങ്കൾക്ക് പറയാം. അപ്പോ ഖദീജ എന്നുള്ള വ്യക്തിയുടെ കുടുംബക്കാര് തന്നെ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാതൃകയുണ്ട്. അപ്പൊ അത് മുഹമ്മദ് എന്ന ലീഡർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവിടെ ഓൾറെഡി ഉള്ള സാധനം മുഹമ്മദ് കൊണ്ടുവന്നു എന്നാണ് നിങ്ങളുടെ അവകാശമെങ്കിൽ പിന്നെ അതെന്ത് പ്രത്യേകതയാണ്? ഓൾറെഡി അവിടെ ഉണ്ടല്ലോ.
അതാണ് ആ പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റു വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടി വെക്കാം, അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ മറുപടി വെക്കാം. പിന്നെ ബ്രദേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നത് ബ്രദേഴ്സ് ഇവിടെ റെലവെന്റ് അല്ല. ബോവച്ചക്കന്റെ ഇതിന്റെ ഒരു അത്രയും ഒരു ഇമ്മച്യൂറായ ആൻസർ ആണെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്റെ വീട്ടില് 3 കുട്ടികളുണ്ട്. ഓക്കെ, ഒരു കുട്ടി എന്താണ് അംഗവൈകല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കലി ചാലഞ്ച്ഡ് പേഴ്സൺ ആണെന്ന് വെച്ചോളൂ. ഞാൻ എന്റെ സ്വത്ത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് കൂടെ കൊടുക്കും, ഒരാൾക്ക് കുറച്ച് കൊടുക്കും. അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പേരാണ് റിസർവേഷൻ. ഓക്കെ, ഈ ഒരു റിസർവേഷൻ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന് വെച്ചോളൂ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആ റിസർവേഷൻ കൊണ്ടുവരുമ്പോഴാണ് അതൊരു ഐക്കോൺ ആയത്. ഓക്കെ, അപ്പോ ഒരു ശരിയ എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അതില് സ്വത്തുരിമ കൊടുക്കുമ്പോഴാണ് ഹി ഈസ് ബിക്കമിങ് എ റിയൽ ലീഡർ. അതുപോലുമല്ല, ഈ ബേസിക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പോലും അറിയാതെ ഖദീജന്റെ ബാപ്പയാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു. ഖദീജന്റെ ബാപ്പന്റെ പേരറിയില്ല, അവരുടെ ആങ്ങളന്റെ പേരറിയില്ല, ഒന്നും അറിയത്തില്ല. വെറുതെ ഒരു പ്രൂഫും ഇല്ലാതെ അടിച്ചിറക്കുക. ഖദീജ എങ്ങനെയാണ് കച്ചവടക്കാരിയായത്? അതൊന്നും താങ്കൾ പറഞ്ഞേ. എന്ത് അത് വിട് ജാസിം, നമുക്ക് നമ്മളുടെ 10 ക്വാളിറ്റിയിൽ പിടിക്കാം. അതാണ് തീരൂല. അതാണ് നിങ്ങൾക്ക് ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇതല്ലേ ഞാൻ പറഞ്ഞ അതിന്റെ അച്ഛന്റെ സ്വത്താണെന്ന്. ഇദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയ ഉണ്ടാക്കിയത് ഖദീജന്റെ അച്ഛനാണോ മുഹമ്മദ് നബിയാണോ? എന്റെ സുഹൃത്തെ, ഈ മുഹമ്മദിനെ ഖദീജ ഒഴിവാക്കൂ. ഇദ്ദേഹം ഞാൻ പറഞ്ഞ പോയിന്റ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? നിങ്ങൾ ഫാമിലി ബിസിനസ്സിലേക്ക് പോകുന്നു. മുഹമ്മദിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ശരിയ സംസാരിക്കുമ്പോൾ സംസാരിക്കരുത്. ഒരു കാര്യം പറയൂ. അല്ലല്ല, ഒരു മിനിറ്റ്. താങ്കൾ ഇപ്പോഴും ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ അവിടെ പറ്റില്ല. അധികാരമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തും പറയാനില്ല. ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് താങ്കൾ പറഞ്ഞു, ഞാൻ ഇനി മിണ്ടില്ല. മുഹമ്മദിന്റെ താങ്കൾ ഇന്ററപ്റ്റ് ചെയ്യല്ലേ സുഹൃത്തെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ മുഹമ്മദ് നബിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഖദീജയോ ഈ മുഹമ്മദ് പ്രവാചകനല്ല, അല്ലെങ്കിൽ പ്രവാചകനാകാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെയാണ് ഖദീജയുടെ വിവാഹം. അതെ, അപ്പൊ അത് മനസ്സിലാക്കുക. ആ സമയത്ത് ആ സമൂഹത്തിൽ തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഒരു പ്രശ്നമേ അല്ല, അത് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖദീജ ഒരു ബിസിനസ്, ഫാമിലി ബിസിനസ് നടത്തിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഗവേഷണം തെറ്റാണ് മിസ്റ്റർ ബോവാച്ചക്കൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അറബ് ഗോത്രത്തിലും ഓരോ കസ്റ്റമാണ്. ഈ ഗോത്രത്തിന്റെ കസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇതാണ് ഈ ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് നോളജിന്റെ തലകുറിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് ക്വാളിറ്റി ബീങ് എ ലീഡർ എന്ന് നിങ്ങൾ സർക്കാസമായിട്ട് ഒരു ഉത്തരം പറഞ്ഞു. വെറുതെ നിന്ന് ജൂതന്മാരനെ പിടിച്ച് കൊന്നു. ഓക്കെ, അതിന്റെ പ്രൂഫ് എടുത്തു വെക്കൂ ദയവേത്. കാരണം നിങ്ങൾ എടുത്തു വെക്കുന്നത് വെറും വിദണ്ഡവാദങ്ങളാണ്. ഇതിനു മുമ്പ് എങ്ങനെ ഫത്വ എന്ന് പറഞ്ഞൊരു വിദണ്ഡവാദം നിങ്ങൾ എടുത്തു വെച്ചോ, അതേപോലെ ഒരു വിദണ്ഡവാദം. 15 മിനിറ്റ് നിങ്ങൾക്ക് പറയാം, പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്താം. നമ്മൾ പറഞ്ഞൊക്കെ പ്രൂഫുള്ള കാര്യങ്ങളാണ്, നമ്മൾ പറഞ്ഞതെല്ലാം പ്രൂഫുള്ള കാര്യങ്ങളാണ്, എല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ബദർ കൊള്ളയടക്കം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് 15 മിനിറ്റ് ഉണ്ട്, അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്താം. നമുക്ക് അടുത്ത ആളേക്ക് പോകേണ്ടതാണ്. അതായത് ജിഹാദ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത മനുഷ്യനാണ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്ന മുമ്പ് വരെ നിങ്ങൾ ഒരു സംഘത്തിനെയോ ഇല്ല ഒരു ഗവൺമെന്റിനെയോ എതിർത്ത് ആയുധം താങ്ങി പോരിടരുത്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആദ്യം അവര് ഹിജ്റത്ത് ചെയ്തു. മക്കയിലിരിക്കുമ്പോ ഇവരുടെ ടോർച്ചർ താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നുമ്പോ അവർക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലാണ്ടല്ല. ഉമറിനോ അബൂബക്കറിനോ ഉസ്മാനോ അലിക്കോ തിരിച്ചടിക്കാൻ കഴിവിണ്ടല്ല. അവര് മേ ബി അവർ ഇവിടെ 10 പേരിനെ കൊല്ലാം, പക്ഷെ തിരിച്ച് ഒരാളെങ്കിലും കൊല്ലാൻ പറ്റല്ലോ. ഓക്കെ, 13 പിന്നെ ടോപ്പിക് കഴിഞ്ഞല്ലോ. നിങ്ങൾ ഫത്വയ്ക്ക് പ്രൂഫ് തരാത്ത പോലെ ഇതിനും പ്രൂഫ് തന്നിട്ടില്ല. അത് വെറും വായില് തരാൻ പറ്റത്തില്ല. ശരി, ബാക്കി ബാക്കി 9 പോയിന്റ്സ് പറയൂ. സ്റ്റാർട്ടിങ് തൊട്ടേ കളവാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ ഇൻട്രൊഡക്ഷൻ ഫത്വ കളവ്. സെക്കൻഡ് ബീങ് എ ഹോണസ്റ്റ് മാൻ. ഹുദൈബിയ എന്താണ്? ഹുദൈബിയയില് പ്രശ്നം പറയും. ഹുദൈബിയനെ കുറിച്ച് നിങ്ങൾ എന്താ അടിച്ചിറക്കിയല്ലോ. എന്താണ് ഹുദൈബിയ പ്രശ്നം? എന്താ സംഭവിച്ചത്? ഹുദൈബിയയില് റസൂലുള്ള കളവ് കാണിച്ചത് എന്താണ്?
പറയൂ. പറയൂ. ആരാ ലംഘിച്ചത്? ആര് ലംഘിച്ചു? ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സാധനം തന്നെ കളവാണ്. എന്താ ഖുറൈശികളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം അത് തന്നെ. ആരുണ്ടാക്കി? ഏകപക്ഷീയമായിട്ട് അത് ലംഘിച്ചു. ഖുറൈശികളെ പോയി പിടിച്ചടക്കി. ഉണ്ടാക്കിയിട്ട് അത് പാലിക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ട് തക്കിയെ കാണിച്ച് അത് ലംഘിച്ച് അവിടെ പോയി അതിനെ ഖുറൈശികളെ പിടിച്ചടക്കി. ഇതന്നെയാണ് സംഭവം. പ്രൂഫ് സൗകര്യമല്ല തരാൻ. ഓക്കെ, ഇതാണ് നമ്മൾ സമ്മതിച്ചേ. നമ്മൾ സമ്മതിച്ചു. ഓണസ്റ്റി ആണ്, സമ്മതിച്ചു. അടുത്തത് പറയും. ബിസിനസ്മാൻ, അടിമക്കച്ചവടക്കാരൻ. എത്ര അടിമകളെ റസൂലിന്റെ കച്ചവടം ചെയ്തതിന് പ്രൂഫ് പറയും? എണ്ണം പറ്റില്ല കേട്ടാ, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. ഒരാളുടെ പറയും. റസൂലിന്റെ ഒരു അടിമനെ വാങ്ങിച്ച് വിറ്റ് ഒരാളുടെ പേര് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ആരിഫാണോ പേര്? ഇഷ്ടം പോലെ ഉണ്ട്. ആരിഫുണ്ട്, സുലൈമാൻ ഉണ്ട്, നവാസ് ഉണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. നിങ്ങൾ ബാക്കി പറയും. സമയം നിങ്ങൾ കളയില്ല. 12 മിനിറ്റ് ബാക്കിയുണ്ട്. 12 മിനിറ്റ് ബാക്കി. പ്രൂഫ് ഇല്ല. എന്റെ എന്താണ് പറയാ, എന്റെ ഇൻട്രഡക്ഷനിൽ കളവ് പറഞ്ഞതിന് പ്രൂഫ് ഇല്ല. ഫത്വയ്ക്ക് പ്രൂഫ് ഇല്ല. ലീഡർ, അതായത് ജൂനെ കൊന്നു കുഴിച്ചു, മദീനയിൽ പോയി കുറെ ജൂക്കളെ കൊന്നു എന്ന് പറഞ്ഞു, യഹൂദികളെ കൊന്നു എന്ന് പറഞ്ഞു. പ്രൂഫ് ഇല്ല. പിന്നെന്താ പറഞ്ഞു? ഹുദൈബിയ എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല. ഹുദൈബിയ ഉണ്ടാക്കി അയച്ചു. ഈ വാട്സ്ആപ്പ് ഫോർവേഡ് മെസ്സേജ് വെച്ചിട്ട് സംസാരിക്കുന്നത് മിസ്റ്റർ ആരിഫ്. ഗോവച്ചക്കൻ സംസാരിക്കാം. ഗോവച്ചക്കൻ എന്തോ 10 മിനിറ്റ് ഉണ്ടല്ലോ. 11 മിനിറ്റ്. ഫൈനൽ പ്രോഫിറ്റ് പറഞ്ഞ ആർഗ്യുമെന്റ് എന്താണ്? സ്ലേവറി പോലും നിരോധിച്ചില്ല. കാരണം സ്ലേവറി നിരോധിക്കാനല്ല ഇസ്ലാം ഉണ്ടായത്. നിരോധിച്ചിട്ടില്ല. ഇതിലെന്താ തെറ്റുള്ള പറയും? മുഹമ്മദ് നബി അടിമ വെച്ചിട്ടുണ്ട്. ഇല്ല, ഒന്നും തെറ്റില്ല. ഞാൻ സമ്മതിക്കാനുള്ള ചെയ്തത്. നല്ല അടിപൊളി പ്രൊഫറ്റാണ് പറഞ്ഞത്. അടിപൊളി അന്ത്യപ്രവാചകൻ തന്നെയല്ല ഞാനും പറഞ്ഞത്. പറയൂ. അടിപൊളി. അല്ലെ, ഇതിൽ എന്താണ് കോൺട്രഡിക്ഷൻ? എന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ഇല്ല. അടിപൊളിയാണ്. മുഹമ്മദ് നബിനെ ഇവിടെയുള്ള കുറെ കാര്യങ്ങൾ റീഫോം ചെയ്യാണ്. അല്ലാണ്ട് അടിമത്തരം നിർത്താനുള്ള കൊണ്ടുവന്നതല്ല. പഠിച്ച അതിന് വേണ്ടിട്ട് കൊണ്ടുവന്നതല്ല. അത് ഫൈനൽ പ്രോഫിറ്റിന്റെ ഡെഫിനിഷൻ അല്ല. ഹംബിൾ കിങ്ങിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ കിങ് ആകുമ്പോഴും അടുത്ത പ്രദേശങ്ങളിൽ റോമക്കാരും എന്താണ് പെർഷ്യക്കാരും ആഡംബരങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ലളിതമായ ജീവിത കാര്യങ്ങൾ ജീവിച്ച ഒരാളാണ്. ഇനിയൊരു കാര്യം, ഏതൊരു കിങ്ങിന്റെയും മെയിൻ പ്രൈം സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ജനങ്ങളുടെ വരിയാണ്. നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് അതല്ലല്ലോ. നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് അവിടെ ഉണ്ട്. ഹംബിൾ ആണെന്നുള്ളതിന് വേറെ ഒരു കൊട്ടേഷൻ കൊടുത്ത് കൊന്ന കാര്യം നമ്മൾ പറഞ്ഞ അംഗീകരിക്കുന്നുണ്ടോ? അത് കിങ് 100% സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഇപ്പൊ ഓരോ രാജ്യങ്ങളും അടുത്തത് പറയൂ. സമയമില്ല. നമുക്ക് 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ഗുഡ് ഫാദർ, അതായത് സ്വന്തം മക്കള് പിഡോഫിലിക്കായ ഒരു ഫാദർ തന്റെ സ്വന്തം മകളെ വേറൊരു പിഡോഫിലിക്കിന് കൊടുത്തില്ല. അതാണ് ആ വാദം. ഞാൻ പറയുന്നത് നിങ്ങൾ പ്രൂഫ് പറയുന്നില്ല. എന്നെ പുറത്താക്കണം അല്ലെ? എന്നെ പുറത്താക്കണം. ഇല്ലല്ല, സമയം കഴിഞ്ഞാ പോകും. യു ഹാവ് 10 മിനിറ്റ്സ്. ഇനി പീസ് മേക്കർ പറയൂ. പീസ് മേക്കർ 7th പോയിന്റ്. പീസ് മേക്കർ ഞാൻ എന്താ പറഞ്ഞത് പറയൂ. തുണി പൊക്കി നോക്കിയിട്ട് മയിര്. പിന്നെ എന്താണ് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്ന് DNA ടെസ്റ്റിന് കൊണ്ടുപോകണം. I appreciate that again. അടിപൊളി. ഇനി അടുത്തത് ഫ്രണ്ട്. ഇനി അടുത്തത് ഞാൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എഴുതി വെച്ചിട്ടില്ല. That's not my point. അത് വിട്ടോളൂ. നിങ്ങൾ എഴുതി വെച്ചില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക്. ഇനി ആവർത്തിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് സ്ട്രാറ്റജി. അറിയില്ല. തുണി പൊക്കി നോക്കി മയിര് കണ്ടുപിടിച്ച് തല വെട്ടുന്ന കഥ. ഇനി അടുത്തത് അവസാനം ഫൈനൽ റിഫോമർ. പത്താമത്തെ പോയിന്റ് റിഫോമർ. നിങ്ങൾ പറയൂ, എന്താണ് ആ റിഫോം? അതായത് എംപവേർഡ് ആയിട്ടുള്ള ഖദീജ
കാട്ടുമിരാണ്ടികളായി ജീവിച്ച അറബ് ഗോത്രത്തിനെയും അറുത്തുള്ള ഗോത്രത്തിനെയും റിഫോം ചെയ്ത് റിഫോമിന് ഞാൻ ഉദാഹരണം റിഫോമേഷന് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ പറയും. ഞാനൊരു ഉദാഹരണം പറയാം. അതല്ലല്ലോ, ഞാനല്ലേ അത് ശരി, ഇതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞ റിഫോം പറയൂ, ഞാൻ മുന്നോട്ട് വെച്ച റിഫോമേഷൻ ഉദാഹരണം വെച്ചിട്ട് പറയൂ. ഏതായാലും അവസാനത്തെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതായത് എംപവേർഡ് ആയിട്ടുള്ള സ്വന്തം കല്യാണം ആലോചിച്ച് പ്രൊഫറ്റിനെ അങ്ങോട്ട് ചെന്ന് പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിച്ച ഖദീജയെ മുഹമ്മദ് നബി നല്ല അടിപൊളി ഒരു വേശ്യയാക്കി. അടിപൊളി. എങ്ങനെ സ്വന്തമായിട്ട് കല്യാണം ആലോചിക്കുന്ന സ്ത്രീകൾ വേശ്യകളാണ് എന്ന ഹദീസ് കണ്ടിട്ടുണ്ടോ സുഹൃത്ത്? ഇതാ ഹദീസ്. പോടെ അപ്പൊ കഴിഞ്ഞില്ലേ? മലപ്പുറം കത്തിയൊക്കെ കഴിയില്ല. അതിന് പകരം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക. ഇപ്പൊ കാണിച്ചില്ലേ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക. അതാണ് ആറ്റിറ്റ്യൂഡ്. ഫ്രീ തിങ്കിങ്. അപ്പൊ ശരി, അപ്പൊ ഇനി 7 മിനിറ്റ് ബാക്കിയുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെഴുകിട്ട് ഇനി നിങ്ങൾ ഈ ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞു നടക്കുന്ന തോന്നിയാസം എന്താണെന്ന് എനിക്ക് പറഞ്ഞു. എനിക്കറിയില്ല. പിന്നെ അപ്പൊ ഒന്ന് പറയൂ. യെസ്, നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ വാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. നമുക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. സോ വി ആർ അത്ര. പിന്നെ എനിക്ക് ജസ്റ്റ് ഒരു പോയിന്റ് പറയാനുണ്ടായെന്ന് വെച്ചാൽ, ജസീം വറിയണ്ട, നമ്മുടെ നവാസ് ഷെരീഫുമായിട്ടുള്ള കോളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അത് വറിയണ്ട, ഇതിനൊരു എന്താ പറയണ, ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് നമ്മുടെ സ്ട്രാറ്റജീസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അഗ്രസീവ് ആയിട്ട് ഡിഫെൻസീവ് ആയിട്ടുള്ള ആൾക്കാർ വരും, അത് ഡെഫിനറ്റ്ലി നമ്മൾ കാണും. അതെ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഗുരുവിന്റെ അടിയിലാണ്. സോ സ്ട്രാറ്റജി ഒക്കെ പഠിച്ച് സോ ഗുഡ് വർക്ക് ഗൈസ്. ആക്ച്വലി ഒരു 5 മിനിറ്റ് എനിക്ക് വേണം. തീർന്നില്ല ഒരു പോയിന്റ് ആയിട്ട് പറയാനും എനിക്ക് സഹിക്കണില്ല. ഞാൻ നവാസിന്റെ മുന്നിൽ നവാസല്ലേ പുള്ളിയോട് തോറ്റതിന്റെ ആ ക്ഷീണം ഞാൻ തീർക്കട്ടെ. നമുക്ക് ചില പോയിന്റ് ഒക്കെ പറയാം. അപ്പൊ നവാസിനോട് എനിക്ക് പറയാനുള്ളത്, നവാസ് സ്വത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞത് സ്വത്ത് സ്ത്രീകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ശരിയാണ്. ഇനി നവാസ് പറഞ്ഞത് നമ്മൾ ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ തന്നെ ഇന്ന് അതിൽ മെച്ചമുള്ളത് അന്ന് പകുതിയാണ് കൊടുത്തത്. അത് നവാസ് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്ന് അതിലും മെച്ചപ്പെട്ട് നമ്മൾ തുല്യമായിട്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോ മുഹമ്മദിനേക്കാളും മെച്ചപ്പെട്ട ലീഡർമാർ ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു പോയിന്റാണ്. ഇനി ഇപ്പൊ നവാസ് ഇവിടെ ഇല്ല എന്നാലും പറയണം. ഇപ്പൊ നവാസിനെ നമ്മൾ ഇറക്കി വിട്ടതൊന്നല്ല. പുള്ളി കുറെ നേരം എടുത്തു, പിന്നെ ഞാൻ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്തു. പിന്നെ പുള്ളി എന്താ പറയാ, പുള്ളി കുറച്ച് കൂടുതൽ ഇന്ററപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ നമുക്ക് അങ്ങോട്ട് പറയാനും ഉള്ള അനുവാദം ഇല്ലാതെ ഒരവസ്ഥ വന്നപ്പോ പുറത്തു പോയതാണ്. അദ്ദേഹത്തിന് വീണ്ടും വരാം. ഞാൻ തോറ്റതുകൊണ്ട് പറയാലോ. എന്നാലും അപ്പോ ഈ പിന്നെ ലീഡർമാരുടെ കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം ജസീം, പുള്ളിയുടെ നമ്പർ ഞാൻ ഫോർവേഡ് ചെയ്യാം. നിങ്ങളൊന്ന് വിളിച്ചിട്ടൊന്ന് ഫോണിൽ സംസാരിക്കേ. അതൊക്കെ വേണം. ഇത്രയും അറിയത് പോരെ? ഇല്ല, നന്നായിരിക്കും. അതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ട് എടുക്കുന്നേ. അതെ. അപ്പോ അദ്ദേഹം ആ ലീഡർമാരുടെ കാര്യം പറഞ്ഞു. ഈജിപ്തിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പഴയകാലം മുതൽ രാജ്ഞിമാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങള് കുറെ കാര്യങ്ങൾ ഇത് ആൾക്കാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര വാദമായിട്ട് തോന്നും. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ധരിച്ചിരുന്നതാണ് ഇതൊക്കെ ഭയങ്കര വാദമാണെന്ന്. പക്ഷെ പിന്നീട് അത് ഇതിന്റെയൊക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മനസ്സിലാവും. പിന്നെ കോണ്ടെക്സ്റ്റിന്റെ കാര്യം കൂടി ഞാൻ പറയാം. കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഈ മതം ഉണ്ടായ കോണ്ടെക്സ്റ്റ് ശരിയാണ് ഇവർ പറയുന്നൊക്കെ. പക്ഷെ ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾ എടുത്താൽ ഈ മതത്തിന്റെ കൃത്യമായിട്ട് നിങ്ങൾ ആ യുക്തിപരമായിട്ട് ഈ ചരിത്രം മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ കഥകൾ നോവലുകൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോണ്ടെക്സ്റ്റ് ഈസ് ഓൾവേസ് മക്ക ആൻഡ് മദീന. വേറെ എവിടെയും ഈ മതം എടുത്ത് പെരുമാറാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർ സംസാരിക്കുന്ന അറബികളോടാണ്, അന്നത്തെ അറബികളോടാണ്. പിന്നെ 100-110 വർഷത്തിനുള്ളിൽ എല്ലാവരും മരിക്കും എന്നുള്ള ലോകാവസാന അപ്പോക്കലിപ്റ്റിക് മതമാണിത്. അത് നിങ്ങൾ ഇതിനെ കുറിച്ച് അക്കാദമിക പഠിച്ചവരോട് നിങ്ങൾ ചോദിക്കാം. വെസ്റ്റേൺ സ്കോളർഷിപ്പ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ് ചരിത്രകാരന്മാരൊക്കെ ഇത് കൃത്യമായിട്ട് അവർ ഈ മതത്തിന്റെ പല ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണ്, നമ്മുടെ ഈ നേരത്തെ വന്ന പുള്ളി എന്തോ ഒരു കാര്യം പറഞ്ഞു. സോ മറന്നുപോയി. എന്താണ് എനിക്കൊന്ന് ഏത് വിഷയത്തെ കുറിച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതെ, നമ്മുടെ റീച്ചിന്റെ കാര്യം, ഈ ഇംഗ്ലീഷ് വേണമെന്നുള്ളത്. ആ ഇംഗ്ലീഷിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാനിപ്പോ
പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ചെയ്യുന്നതിന് കൂടുതൽ സെൻസർഷിപ്പ് വരും. അതൊന്ന്. ഇനി മലയാളത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആളുകളെ എത്താൻ പറ്റുന്നതും. മലയാളികളാണ് എത്തുന്നത്, ചിലപ്പോൾ കുറച്ച് മലയാളം അറിയുന്ന മറ്റ് ആളുകൾ എത്തും. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സെൻസർഷിപ്പ് കൂടും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറ്. കാരണം ഇംഗ്ലീഷിലുള്ള ചാനലുകൾ യൂട്യൂബ് പൊതുവിൽ അപ്ലൈ ചെയ്യുന്ന AI സെൻസർഷിപ്പ് വളരെ കൂടുതലാണ്. മലയാളം അതുകൊണ്ട് നമുക്കത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതൊരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞ്, ഞങ്ങളുടെ ചാനൽ മറ്റ് മതക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ചാനൽ പൊതുവിൽ മറ്റു മതക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണ് നടത്തുന്നത്. കാരണം പ്രധാനമായിട്ട് ഇവിടെ ഉള്ളവരെ നമ്മൾ ചവിട്ടി പുറത്താക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് മതം മാറി വരുന്നുണ്ട്. ഇവിടെ ഉള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇതൊന്ന് ഒഴിവാക്കാൻ പോകുമ്പോൾ അപ്പൊ അവർക്ക് പൊതുവിൽ അറബി അറിയില്ല. പല കാര്യങ്ങളും ഇപ്പോ ഹിന്ദുക്കളൊക്കെ മതം മാറുന്ന ഒരു കാര്യം ഈ ഏകദൈവ വിശ്വാസം, വിഗ്രഹാരാധന, ഇതൊക്കെ ഒരു ഭയങ്കര ഇപ്പൊ നവാസൊക്കെ ചെയ്യുന്ന പോലെ ഒരാൾ വന്ന് മുന്നിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു. പിന്നെ നിങ്ങൾ കരിമൊല്ലി മാറണം. നേരത്തെ ഒരാൾ എന്ന് പറഞ്ഞ സിറാത്ത് പാലത്തിന്റെ കഥ കേട്ടപ്പോ ഹഠാത് ആകർഷിച്ചു എന്നാണ്. പാലത്തുമ്മ കൂടെ നടക്കാൻ വേണ്ടി എന്റെ ഉള്ളം തുടിച്ചു എന്നൊക്കെ. എനിക്ക് വയ്യ. അതെ, മറ്റേ നമ്മുടെ വന്ദനത്തില് മോഹൻലാല് തന്നെ തന്നെ എന്ന് പറഞ്ഞു പച്ചപ്പൻ എന്തൊക്കെ പറഞ്ഞപ്പോ അതേപോലെ അടിച്ചു പോകുന്നതാണ്. ഞാൻ മറ്റേ അതെ, അപ്പൊ നമ്മുടെ ഈ അക്ബർ അക്ബർ മറ്റേ ആഴക്കടൽ ഓഷ്യനെ കുറിച്ച് കൊണ്ടുവന്നപ്പോ ഒരു എന്താ പറയാ, ഒരു 6 മണിക്കൂറോളം ഞാനും ഇതേപോലൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു. ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നീടല്ലേ ഇത് എത്ര, അത് നമ്മുടെ മസ്തിഷ്കത്തിനെതിരെയുള്ള പോരാട്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പഠിക്കും തോറും നിങ്ങളുടെ ഊർജ്ജവും പണവും സമയം ചെലവഴിച്ചത് പഠിക്കും തോറും മാത്രമേ നിങ്ങൾ സ്വയം ഇന്ന് പുറത്തെടുക്കൂ. അല്ലാതെ ഒരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് അടിയുണ്ടായി അതുകൊണ്ട് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് എല്ലാ കാര്യം നിങ്ങളത് വേറെ തന്നെ പഠിക്കണം. ഈ സബ്ജക്ട് മൊത്തമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അവയർനെസ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരാൾ മാറണമെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മുടെ ജോൺ മാറിയ പോലെ പഠിച്ച് മാറണം. അതാണ് അതിന്റെ വഴി. പിന്നെ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ്, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ്. നമ്മളാരും ഫത്വ ഒന്നും ഇറക്കുന്നില്ല നവാസ് കേൾക്കാൻ വേണ്ടി. കോയി ഫത്വ നെയ്യേ, നിങ്ങൾക്ക് ആർക്കും വിമർശിക്കാം. പിന്നെ എല്ലാവർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ എക്സ് മുസ്ലിങ്ങൾ മാത്രം വിമർശിക്കണം എന്ന് പറയുന്ന ആളുകൾക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മളത് ഖണ്ഡിക്കും എന്നുള്ളതാണ്. നമ്മളത് നമ്മളോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് മറുപടി വരും. അത് അവരുടെ രീതിയിൽ പോകുന്നത് നമുക്ക് മാന്യമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ലൈനിൽ പോകും, അത്രേ ഉള്ളൂ. അല്ല ഇനിയിപ്പോ ഹിന്ദുക്കൾ അവരുടെ ലൈനിൽ പോയി നിങ്ങൾ വിമർശിക്കും. ഒരു സരികുമാർ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് പിടിക്കൂ എന്ന് പറഞ്ഞ പോലെ അതേപോലെ എല്ലാവരും വിമർശിക്കുക. വിമർശനത്തിലൂടെ അല്ലാതെ മതം മാറില്ല. പണ്ട് മുതലേ ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞു മുസ്ലിങ്ങളും ആടാൻ തുടങ്ങണം. അത് നമ്മളെ ഈ ആണി ഇറക്കിക്കൊണ്ടിരിക്കണം താഴെ. അപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറയാനുണ്ട്. എനിവേ താങ്ക്സ് ജസീം. കാരണം ഈ ഒരു സംഗതി ഒരുപാട് ആളിലേക്ക് എത്തും വൈകാതെ. ഓക്കെ, അതിൽ വലിയൊരു പങ്ക് ജസീമിനുണ്ട്, ഇല്ല എന്നല്ല, അത് വലിയ പങ്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വിൽ ഡു ഇറ്റ് അഗെയിൻ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസീം ഉള്ളതുകൊണ്ടാണ് ഇത്ര നേരം ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നേരത്തെ അവസാനിപ്പിച്ച് പോകും. അതാണ് ഉണ്ടാവുക. മീൻസ് ഇരിക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം എത്ര മണിക്കൂറായി? 5 hours, 5.22. ഓക്കെ, അതാ പറഞ്ഞു ഇന്ന് നേരത്തെ. അതെ. അപ്പൊ എന്തായാലും ഇന്ന് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്ത. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ നവാസ് ആരിഫിന്റെ ട്രൗസർ മാത്രമല്ല, അതിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ട്, അത് ഊരിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് പറയാനും 40 രൂപ അയച്ചിട്ടുണ്ടല്ലോ. ഇത് വിശ്വാസിയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ. അതെ, അത് നല്ലൊരു കാര്യമാണല്ലോ പറഞ്ഞ കാര്യം. ഇടയ്ക്കിടയ്ക്ക് തോറ്റു കൊടുക്കാട്ടോ, നവാസിന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നേച്ചർ ബ്യൂട്ടി